കിതാബുൽ ഫിഖ്ഹി അലൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിലുമുള്ള ഫിഖ്ഹി മസ്അലകളെ ക്രോഡീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ജസീർ റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണ്. 4 വാള്യമുള്ള കിതാബാണ്. അതിൽ ഒന്നാമത്തെ വാള്യം, അതിന് ജുമുഅയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ കാണാം ഒരു അധ്യായം ശുറൂത്ത് ഖുത്ബത്തൈ അസ്സലാ, നിസ്കാരത്തിന്റെ 2 ഖുത്ബകൾ, ജുമുഅ നിസ്കാരത്തിന്റെ 2 ഖുത്ബകൾ, അതിലെ ഷർത്തുകൾ. ഹൽ യുഷ്തറതു അൻ തകൂന ബിൽ അറബിയ്യ, ഇത് അറബിയിലാവൽ നിബന്ധനയാണോ? 4 മദ്ഹബ് എന്തു പറയുന്നു? അറബി ഷർത്താണ് എന്ന് പറഞ്ഞത് ഇദാ കാനൽ ഖൗമു അറബ, ഖൗമ അറബികളാണെങ്കിലാണ്. കേൾക്കുന്ന ആളുകൾ അറബിയിലാണോ? അറബിയിലെ നിർവഹിക്കാവൂ എന്നാണ് ശാഫിഈ മദ്ഹബ്. അമ്മാ ഇൻ കാനു അജമ, എന്നാ അറബികളല്ല എങ്കിൽ, അനറബികളാണ് എങ്കിൽ ഫലാ യശ്തറതു, അപ്പോൾ ഷർത്തില്ല. ഫഇന്നഹു ലാ യശ്തറതു, ഷർത്തില്ല അദാഉ അർകാനിഹിമാ ബിൽ അറബിയ്യതി മുത്ലഖാ, റുക്നുകൾ പോലും അറബി നിർവഹിക്കൽ ഷർത്തില്ല. ഖുതുബ അറബിയിലായിരിക്കൽ ഖുതുബ സ്വഹിയാകലിക്ക് ഷർത്തല്ല എന്ന് അൽ മദാഹിബുൽ അർബഅ എന്ന കിതാബിൽ കാണാം. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഖുതുബ അതൊരു പ്രത്യേക ഇബാദത്താണ്. അത് അറബിയിലെ നിർവഹിക്കാവൂ. അയിമ്മത്തുകൾ എല്ലാവരും പഠിപ്പിച്ചു, വലൗ കാനൽ ഖൗമു അജമൻ, ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ അറബികളല്ല, അനറബികളാണ്, മലയാളികളാണെങ്കിൽ പോലും ഖുതുബ അറബിയിൽ തന്നെ വേണം എന്ന് പറഞ്ഞ ഇബാറത്തുകളുടെ ഘോഷയാത്ര നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഇമാമുമാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മൾ പറയുമ്പോൾ ഇതിനപവാദമായി മുജാഹിദുകൾ കൊണ്ടുവരുന്ന ഒരു ഉദ്ധരണിയാണ് ഈ പറഞ്ഞ, ഇവിടെ നേരത്തെ പറഞ്ഞ ഗ്രന്ഥമായ കിതാബ് അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന പേരിലുള്ള ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ചില ഇബാറത്തുകൾ. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം രചിച്ച വ്യക്തി തന്നെ ആരാണെന്നറിയോ? അബ്ദുറഹ്മാൻ അൽ ജസീരി എന്ന് പറയുന്നയാളാണ്. ഇയാള് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മദ്ഹബിന്റെ പ്രത്യേകമായ മുഫ്തിയോ അതല്ലെങ്കിൽ ആ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനോ അല്ല. 1941 ഇയാൾ മരിച്ചത്. മുജാഹിദ് ഉണ്ടായതിന്റെ ശേഷമാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പറയുന്ന മസ്അലകൾ, ഒരുപാട് മസ്അലകളിൽ അബദ്ധങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഖുതുബയെ കുറിച്ച് പറയുന്ന ഈ വരികൾ. ഞാൻ വായിക്കാം. അശ്ശാഫിഈയ്യത്തു ഖാലു, ശാഫിഈ മദ്ഹബിൽ ഖുതുബയുടെ നിയമമായി ഇയാൾ ഇതിൽ രേഖപ്പെടുത്തുകയാണ്. കേട്ടോളൂ. യുഷ്തറതു അൻ തകൂന അർകാനുൽ ഖുതുബതൈനി ബിൽ ലുഗത്തിൽ അറബിയ്യ, ഖുതുബയുടെ റുക്നുകൾ അറബി ഭാഷയിൽ ആവൽ ഷർത്താക്കപ്പെടും. അത് നിബന്ധനയാണ്. ഫലാ യക്ഫി ഗൈറുൽ അറബിയ്യത്തി, അപ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ പറ്റില്ല. ഇതിന് ശേഷം ഇയാൾ പറയുന്നു ഹാദാ ഇദാ കാനൽ ഖൗമു അറബൻ, ഈ പറഞ്ഞത് ജനങ്ങള് അറബികളായാലാണ് ഈ പറയുന്നത്. ജനങ്ങൾ അറബികളായാൽ പിന്നെന്താ അറബി പഠിക്കൽ സൗകര്യമാകാതിരിക്കാൻ? ജനങ്ങൾ അറബിയായാൽ പിന്നെ അറബി തന്നെ അവർക്ക് പറയാൻ കഴിയല്ലോ. ഇയാൾ പറയാണ് ജനങ്ങൾ അറബിയായാൽ പിന്നെ നിയമം എങ്ങനെയാണ്? അപ്പോ ജനങ്ങൾക്ക് അറബി പഠിക്കാൻ സാധ്യമായാൽ അപ്പോഴേ അറബിയിൽ ഓതേണ്ടതുള്ളൂ. ജനങ്ങളാണെങ്കിൽ അറബികളാണ്. എന്നിട്ട് അയാൾ പറയാം അറബി പഠിക്കാൻ സൗകര്യമായാല്. അപ്പൊ എന്താ ഇയാൾ ഈ പറയുന്നത് തന്നെ ഈ സാധുവിന് അറിയുന്നില്ല. ഇരിക്കട്ടെ, നമ്മുടെ വിഷയമല്ല. എന്നിട്ട് അയാൾ പറയുന്നത്, പിന്നീട് പറയുന്നത് അമ്മാ ഇദാ ഇൻ കാനു അജമൻ, നിങ്ങൾ ചോദ്യത്തിൽ ചോദിച്ച ആ ഇബാറത്ത് അങ്ങനെയല്ല ഈ ഗ്രന്ഥത്തിൽ ഞാൻ ഈ വായിക്കുന്ന ഭാഗത്തുള്ളത്. അയാൾ പറയുന്നു അമ്മാ ഇൻ കാനു അജമൻ, ഖുതുബക്ക് വന്ന ആളുകൾ, അവിടെയുള്ള ജനത അജമുകളാണ്. അജമ് എന്ന് പറഞ്ഞാൽ അറബികളല്ലെങ്കിൽ ഫഇന്നഹു, നിശ്ചയം കാര്യം, ലാ യുഷ്തറതു അദാഉ അർകാനിഹിമാ ബിൽ അറബിയ്യതി മുത്ലഖൻ, അറബികളല്ല ജനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ളത് പോലെ മലയാളികളാണെങ്കിൽ ഫഇന്നഹു ലാ യുഷ്തറതു, അവിടെ ഷർത്താക്കപ്പെടുകയില്ല. അദാഉ അർകാനിഹിമാ ബിൽ അറബിയ്യ, ആ 2 ഖുതുബയുടെ റുക്നുകൾ അറബി ഭാഷയിൽ ചെയ്യേണ്ടതില്ല. മുത്ലഖൻ, നിരുപാധികമായും ഖുതുബ അറബിയിൽ ചെയ്യേണ്ടതില്ല. റുക്നുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർബന്ധ ഘടകങ്ങളാണ്. ആ റുക്നുകൾ തന്നെ അറബിയിൽ ചെയ്യേണ്ടതില്ല, അത് ഷർത്തില്ല എന്ന
ഒരു വൻ ഭീമാബദ്ധമായ ഒരു കളവാണ് യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാനുൽ ജസീരി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ശാഫിഈ മദ്ഹബിന്റെ പേരിൽ അയാൾ പറഞ്ഞ ശുദ്ധ കളവാണ്. ഇങ്ങനെ ഒരു മസ്അല ശാഫിഈ മദ്ഹബിൽ ഇല്ല. ഇതാണ് മുജാഹിദ് മൗലവിമാർ, സുന്നികളായ നമ്മൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന കേരളീയ മുസ്ലിമീങ്ങൾ അല്ലേ, നമ്മുടെ ഖുതുബകളിൽ അറബി ഭാഷ ഷർത്താണ് എന്നതിന് നമ്മുടെ ഇമാമുകളുടെ കിതാബുകൾ അങ്ങനെ ഉദ്ധരിച്ചപ്പോ അതിനെതിരിൽ മുജാഹിദുകൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വാറോല ഒരു തുരുപ്പ് ഷീട്ട് പോലും ഇല്ലാതെയായപ്പോ അവർ കാര്യമായി ഒരു വലിയ പ്രമാണമായി കൊണ്ടുവന്നത് ഈ പറയുന്ന അബ്ദുറഹ്മാനുൽ ജസീരി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഈ വരികളാണ്. ഇതും കിതാബിലുള്ള വിഷയവുമായി ഒരു ബന്ധമില്ല. ഇയാൾ ഇതിനി പറയുന്നത്, സഹോദരന്മാരെ, ഇയാൾ ഈ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓർക്കണം, എന്തായാലും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞ അബ്ദുറഹ്മാനുൽ ജസീരി. ഇയാളുടെ സമകാലികരായ പണ്ഡിതന്മാർ ആരെ, ഈ ഗ്രന്ഥം എഴുതിയ സമകാലിക വ്യക്തി അബ്ദുറഹ്മാനുൽ ജസീരിയുടെ സമകാലികരായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ 1940കളിൽ ജീവിച്ച പണ്ഡിതർ, ഇയാളെ കൂടെ കഴിഞ്ഞ ജീവിച്ച പണ്ഡിതർ, അവര് ഇയാളെ കുറിച്ച് പറയുന്നത് കാണാം. ഈ അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഇത് ഫലാ അൻസഹു ബിൽ ഇഅ്തിമാദി അലൈഹി ഫീഹിൽ കസീറു മിനൽ ഖലഖി, ഒരുപാട് പിഴവുകൾ ഇതിലുണ്ട്, ഇതിനെ അവലംബിക്കാൻ പറ്റില്ല. എത്ര പണ്ഡിതന്മാരാണ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? മദ്ഹബിന്റെ ഇമാമുകൾക്കില്ലാത്ത അഭിപ്രായങ്ങൾ ഈ ഇമാമുകളുടെ പേരിൽ വെച്ചു കെട്ടി പറഞ്ഞിട്ടുണ്ട് അബ്ദുറഹ്മാനുൽ ജസീരി ഈ ഗ്രന്ഥത്തിൽ എന്ന് ഒട്ടു വളരെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെക്കുന്നു. വഖദ് യൻഖുലു ബഅദൽ മദാഹിബി മിൻ കുതുബിൻ ഗൈരി മശ്ഹൂറത്തിൻ ഫി ഹാദിഹിൽ മദാഹിബി വയഅ്തമിദു റിവായാത്തിൻ ഗൈറ മഅ്മൂലിൻ ബിഹാ ഫി ഹാദിഹിൽ മദാഹിബി. കണ്ടോ, ഈ മദ്ഹബുകളിൽ, നമ്മുടെ മദ്ഹബുകളിൽ സ്ഥിരപ്പെട്ട അഭിപ്രായങ്ങളല്ലാത്ത ഖൗലുകൾ അത് ഇമാമുകളുടെ മേലിൽ ഇയാള് വെച്ചു കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വൽ കിതാബു, ഈ ഗ്രന്ഥം ലാ യസ്ലഹു മർജിഅൻ, ഇതൊരു അവലംബ ഗ്രന്ഥമാക്കാൻ പറ്റില്ല. ലിമൻ അറാദ അൻ യഅരിഫൽ മുഅ്തമദ വറാജിഹ ഫി അഖ്വാലിൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുമാരുടെ ഖൗലുകളെ, ആ കൗലുകളിൽ അവലംബിക്കാൻ പറ്റുന്ന ഗ്രന്ഥമല്ല ഇത്. ആ മദ്ഹബുകളുടെ പ്രാമാണികമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചതിൽ അബദ്ധങ്ങൾ പറ്റിയ ഗ്രന്ഥമാണ് അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന് പറയുന്ന അബ്ദുറഹ്മാനുൽ ജസീരി രചിച്ച ഈ ഗ്രന്ഥം. വകസറത്തു അഖ്താഇൽ കിതാബി, ഈ കിതാബിലുള്ള തെറ്റുകളുടെ പ്രളയം, അതിനുള്ള വർധനവ്, ജഅലതുഹു മഹ്ജൂറൻ, ഈ ഗ്രന്ഥത്തെ ഇൻദൽ ഉലമാഇ വൽ ബാഹിസീൻ, റിസർച്ച് ചെയ്യുന്നവർ അതുപോലെ പണ്ഡിതന്മാർ അവർക്കിടയിൽ ഈ ഗ്രന്ഥത്തെ ഉപയോഗിക്കൽ ജനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഇത് വെടിയപ്പെട്ട ഗ്രന്ഥമാണ്, ഇതിനെ ആരും അവലംബിക്കാറില്ല എന്നൊക്കെ വിശദമായി ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായമായി ഈ മനുഷ്യൻ ഈ അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ശുദ്ധ അസംബന്ധമാണ്. മലയാളികളാണെങ്കിൽ അല്ലെങ്കിൽ അജമികളാണെങ്കിൽ ഖുത്ബ അറബി ഭാഷയിൽ നിർവഹിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഈ വിദണ്ഡവാദം അത് ശാഫിഈ മദ്ഹബിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മദ്ഹബിന്റെയോ അഭിപ്രായമല്ല. അത് ഇയാൾ ഇസ്ലാമിന്റെ പേരിൽ, ശാഫിഈ മദ്ഹബിന്റെ പേരിൽ ശുദ്ധ കളവ് പറഞ്ഞതാണെന്ന് എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇത് വലിയ പ്രമാണമായി കൊണ്ടുവന്ന ജിന്നൂരികളുടെ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതാവ് ഫൈസൽ മൗലവി ഉൾപ്പെടെയുള്ള സർവ്വ മൗലവിമാരെയും
ഇക്കാര്യം ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇമാമുമാരായ ഇമാമുമാർ, നമ്മുടെ ശാഫിഈ ഫിഖ്ഹിലെ ഇമാമുമാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതെന്താ? ശാഫിഈ ഫിഖ്ഹിൽ ഖുത്ബയെ കുറിച്ച് പറഞ്ഞു, ഖുത്ബയുടെ റുക്നുകളും അതുപോലെ തന്നെ തവാബുകളും ഒക്കെ അറബിയിലായിരിക്കണം. അതിന് ന്യായങ്ങൾ പറയുന്നത് ഇമാമുമാർ പറയുന്നത് എന്താണെന്നറിയോ? ഖുത്ബ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു, കണ്ടോ, വയജിബു അൻ യുഖ്തബ ബിൽ അറബിയ്യ, അറബി ഭാഷയിൽ ഖുത്ബ ഓതൽ നിർബന്ധമാണ്. ഇമാം ശറഫുദ്ദീൻ ഇമാം ബഗവി പറഞ്ഞതാണത് തന്റെ കിതാബു തഹ്ദീബ്, ശാഫിഈ മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥമാണ്. അതിന്റെ 2ാമത്തെ വാള്യം 342 പേജിൽ പറഞ്ഞു. അങ്ങനെ എല്ലാ ഇമാമിയങ്ങളും വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ? വലൗ കാനൽ ഖൗമു അജമൻ, ജനങ്ങള് ശ്രോതാക്കളായ ആളുകൾ അനറബി പറയുന്നവരാണെങ്കിലും അറബികൾ അല്ലാത്തവരാണെങ്കിലും ശരി, ആ ഖുത്ബ ഓതേണ്ടത് ഷർത്താകുന്നു. അത് അറബിയിലാണ് ചെയ്യേണ്ടത്. ഖുത്ബ അറബിയിൽ ചെയ്യേണ്ടത് ഷർത്താകുന്നു. ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും ശരി. വലൗ കാനൽ ഖൗമു അജമൻ, ചില പണ്ഡിതന്മാർ വലൗ കാനു അജമൻ, അവര് അനറബികളാണെങ്കിലും ശരി ഖുത്ബ ഓതേണ്ടത് അറബി ഭാഷയിൽ തന്നെയാണ്. എല്ലാ കിതാബുകളും ശറഹുൽ മുഅദ്ദബ് എടുത്തോളൂ, തുഹഫ എടുത്തോളൂ, അതുപോലെ നിഹായ, അതുപോലെ ബാജൂരി, ബുജൈനിമി, എല്ലാ ശാഫിഈ ഫിഖ്ഹിന്റെയും ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, വഖൗനുഹാ അറബിയ്യ, ഖുത്ബ അറബിയായിരിക്കണം. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയുന്നു, കൗനുഹാ അറബിയ്യ, ഖുത്ബ അറബിയായിരിക്കൽ അത് ഷർത്താണ്. ഇമാമികൾ അത് വിശദീകരിച്ചു പറഞ്ഞു, വഇൻ കാനൽ ഖൗമു അജമൻ, ശ്രോതാക്കളായി ഖുത്ബ കേൾക്കാനിരിക്കുന്ന ആളുകൾ അവർ അനറബികളാണെങ്കിലും ശരി, അറബി തിരിയില്ല, എന്നാലും ഖുത്ബ നിർവഹിക്കേണ്ടത് അറബി ഭാഷയിലാണ്. ലാ യഫ്ഹമൂനഹ, അവർക്കത് തിരിയൂല, എന്നാലും ഖുത്ബ അറബിയിൽ തന്നെയാണ് അവർ നിർവഹിക്കേണ്ടത്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തി. അതുപോലെ തന്റെ കിതാബ് അൽ മൻഹജുൽ ഖവീം എന്ന ഗ്രന്ഥത്തിൽ കാണാം, വകൗനുഹുമാ ബിൽ അറബിയ്യ, ഖുത്ബ അറബിയിലായിരിക്കൽ ഷർത്താണ്. വഇൻ കാനൽ കുല്ലു അഅ്ജമിയ്യീൻ, കണ്ടോ, ഖുത്ബയെ കേൾക്കാൻ വന്ന ആളുകൾ മുഴുവനും അനറബി ഭാഷ, അറബി അറിയാത്തവരാണ്, എന്നാലും ഖുത്ബ ഓതേണ്ടത് അറബിയിലാകുന്നു. നോക്കൂ നിങ്ങൾ, അതിനെന്താ തെളിവ്? ലിത്തിബാഇ സലഫി വൽ ഖലഫി, സഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകൾ, മദ്ഹബിന്റെ ഇമാമുമാർ ഉൾപ്പെടെ സലഫുകളും ഖലഫുകളുമായ മുഴുവൻ മുൻഗാമികളും അറബി ഭാഷയിലാണ് ഖുത്ബ നിർവഹിച്ചിട്ടുള്ളത്. അത് അറബി ജനത, ഖുത്ബ നിർവഹിക്കപ്പെടുന്ന ശ്രോതാക്കളായ ജനത അവര് അനറബികളാണെങ്കിലും സ്വഹാബത്ത് താബിഉകളൊക്കെ ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് ഖുത്ബ അറബിയിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത്. വഇൻ കാനൽ ഖൗമു അജമൻ, ജനത, ശ്രോതാക്കളായ ജനത അറബികളല്ലെങ്കിലും ഖുത്ബ അറബി ഭാഷയിൽ വേണം. അത് ഷർത്താണെന്നാണ് എല്ലാ ഇമാമിയങ്ങളും നമ്മുടെ ശാഫിഈ മദ്ഹബിലെ സർവ്വ കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ ശാഫിഈ മദ്ഹബിന്റെ പേരിൽ ശുദ്ധ അസംബന്ധവും കളവുമാണ് മൗലവിമാർ, ജിന്നൂരികളുടെ, വിസ്ഡം ഗ്രൂപ്പിന്റെ അല്ലാത്ത ഗ്രൂപ്പുകളുടെ മൗലവിമാർ ഖുത്ബ മലയാളത്തിലാവാൻ വേണ്ടി ശാഫിഈ മദ്ഹബിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിട്ടുള്ളത്. ഈ അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന ഈ പുസ്തകത്തിൽ അബ്ദുറഹ്മാൻ അൽ ജസീരി എന്ന ഈ മനുഷ്യൻ എഴുതി വെച്ചത് ഒരിക്കലും ശാഫിഈ മദ്ഹബല്ല, ശാഫിഈ മദ്ഹബിലെ ഇമാമുമാർ അംഗീകരിച്ച നിയമവും അല്ല എന്ന കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. മൗലവിമാരുടെ ശുദ്ധ അസംബന്ധങ്ങളും ശുദ്ധ കളവുകളിലും പെട്ടുപോയ വല്ല മുജാഹിദുകളും ഉണ്ടെങ്കിൽ അവർ കൂടി ഈ കാര്യം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശാഫിഈ മദ്ഹബിൽ ഇമാമുകൾ നൂറുകണക്കിന് കിതാബുകൾ ഉണ്ടല്ലോ. ഓരോറ്റ കിതാബിലും ഇയാൾ ഈ പറഞ്ഞതുപോലെ, ഈ അബ്ദുറഹ്മാൻ അൽ ജസീരി എന്ന മനുഷ്യൻ പറഞ്ഞതുപോലെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല ഇത് ശാഫിഈ മദ്ഹബിന്റെ പേരിലുള്ള ശുദ്ധ കളവാകുന്നു എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.